അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വേറൊരു ടോപ്പിക്കാണ്. അതായത് മെട്രിസസിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ ആയിട്ട് പറയാം, ഡിറ്റർമിനൻസ്. അപ്പൊ ഡിറ്റർമിനൻസ് വെച്ചിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് വെച്ച് മെയിൻ ആയിട്ട് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇത് ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെട്രിസസ് ഫുൾ ആയിട്ട് നോക്കിയല്ലോ എല്ലാരും? ആരൊക്കെ ഉണ്ട്? ഒറ്റ മിനിറ്റ്. ഓക്കെ, ഡിറ്റർമിനൻസ് നല്ലോണം ശ്രദ്ധിക്കുക. മെട്രിസസിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് പഠിക്കാൻ. സ്റ്റാർട്ടിങ് ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കാം. ഓക്കെ, എന്താണ് ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്? മെട്രിക്സ് ഫുള്ളായിട്ട് പഠിച്ച എല്ലാവരും നോക്കിയോ? എല്ലാവരും എല്ലാ ക്ലാസ്സുകളിലൊന്നും കേറിയിട്ടുണ്ടാവില്ല. അപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേട്ടോ? ഹലോ, ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ. യെസ് സർ, കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താണ് ഈ ഡിറ്റർമിനന്റ്? ഇപ്പൊ ഡിറ്റർമിനന്റ് ഇസ് എ യുണീക് നമ്പർ ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു യുണീക് നമ്പർ ആണ്. അപ്പം എന്താണ് ഈ ഡിറ്റർമിനന്റിന്റെ യൂസസ്? ഇപ്പൊ എന്തിനാണ് ഈ ഡിറ്റർമിനന്റ്? ഇപ്പൊ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിറ്റർമിനന്റിനെ സൂചിപ്പിക്കാറുള്ളത് ഒന്നെങ്കിൽ ഇങ്ങനെ, അതായത് മൊഡ്യൂളസ് പോലെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഓർ ഡിറ്റർമിനന്റ് ഡിറ്റ് എ, അല്ലെങ്കിൽ ഡെൽറ്റ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും നോർമലി ഈ ഡിറ്റർമിനന്റിനെ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എന്താണ്? ആ ഡാറ്റ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇപ്പം ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ ഡാറ്റ എന്താണ്? ഇൻകൺസിസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ എ ഇൻവേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നല്ല ഡാറ്റ ആണോ അല്ലേ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക? അപ്പൊ ഞാൻ ജസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ്, ഓക്കെ, A11, A12, A21, A22 എന്ന് പറയുന്ന മെട്രിക്സ്.
ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക A11 ഇൻറ്റു A22. എന്താണ് A11 ഇൻറ്റു A22. ആദ്യം ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് A21 ഇൻറ്റു A12. A21 ഇൻറ്റു A12. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് 2x2 മെട്രിക്സിന്റെ നമ്മൾ ആദ്യം പറഞ്ഞു ഡിറ്റർമിനന്റ് എവിടെ യൂസ് ചെയ്യുള്ളൂ, സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 2x2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതാണ്. 2x2 മെട്രിക്സിന്റെ ഫോർ എക്സാമ്പിൾ 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 4 4 മൈനസ്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫുൾ സ്റ്റെപ്പ് ആദ്യം ചെയ്തു. അതായത് 1 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 3. 1 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 4 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അപ്പൊ ഈ ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്താണ്, കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. A ഈക്വൽ ടു -3 6 -2 4. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനന്റ് A ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത പോലെ തന്നെ -3 ഇൻറ്റു 4 മൈനസ് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക -2 ഇൻറ്റു 6. ഓക്കെ, ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പൊ -3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -12 മൈനസ് -2 ഇൻറ്റു -6 അല്ല -2 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -12. അപ്പൊ -12 ആകും. അപ്പം -12 മൈനസ് -12 ദാറ്റ് ഈസ് ഈക്വൽ ടു +12. അപ്പം ഈക്വൽ ടു 0. സോ ഇതെന്താണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്. ഈ ഡാറ്റ ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി 1/1 മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ A ഈക്വൽ ടു ഇതാണ് 1/1 മെട്രിക്സിന്റെ എക്സാമ്പിൾ 3. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ വരിക, സെയിം ഡിറ്റർമിനന്റ് A ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 1-2 ക്വസ്റ്റ്യൻ തരാം. A ഈക്വൽ ടു 3 2 4. ഓക്കെ, ഒന്ന് നിങ്ങൾ എല്ലാവരും ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് പറയുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ. Okay. 14. 5 into 4 20 minus 3 into 2 6. 20 minus 6 that is equal to 14. അപ്പൊ ഈ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി എങ്ങനെ 3/3 മെട്രിക്സിന്റെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഇത്രയും ചെയ്തത്. പിന്നെ 1/1 മെട്രിക്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിറ്റർമിനന്റ് ഓഫ് 1/1 മെട്രിക്സ്. A equal to 1. അപ്പോൾ ഡിറ്റർമിനന്റ് A equal to 1 തന്നെ വരിക. ഫോർ എക്സാമ്പിൾ -5 എന്ന് പറയുന്ന മെട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് വരിക -5 തന്നെയാണ്. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഓഫ് 3/3 മെട്രിക്സ്. അപ്പം 3/3ന്റെ
ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് ജനറൽ ആയിട്ട് ആദ്യം പറയാം. A11, A12, A13, A21, A22, A23, A31, A32, A33. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് A2 നമുക്ക് ഏത് രീതിയിൽ ഇത് 9 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഫസ്റ്റ് റോ വെച്ച്, സെക്കൻഡ് റോ വെച്ച്, തേർഡ് റോ വെച്ച്, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് റോ വെച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് പറയാം. ഓക്കെ, ഇത് എന്താ പറയാ, ഒരു എക്സാമ്പിൾ കൂടി വെച്ച് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് റെഡി ആവുമായിരിക്കും. ഓക്കെ, അപ്പൊ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റിലെ നമ്മൾ റോ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ എന്ന് നോക്കാം. ഫസ്റ്റ് എലിമെന്റ് ഏതാ? A11. A11. അപ്പൊ A11 ഉള്ള എന്ത് ചെയ്യാ, റോയും കോളവും എന്ത് ചെയ്യാ, എലിമിനേറ്റ് ചെയ്യാം. കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നല്ല, അതെന്ത് ചെയ്യാ, ജസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതും കട്ട് ചെയ്തു. A11 ഉള്ള റോയും കോളവും കട്ട് ചെയ്തു. ബാക്കിയുള്ളത് എന്താ? ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ എഴുതാം. ബാക്കിയുള്ളത് എന്താ, അത് ആ ഓർഡറിൽ തന്നെ എഴുതണേ. A22, A23, A32, A33. ഓക്കെ, ദെൻ ഓക്കെ, സോറി, അപ്പൊ ഈ റോയും ഈ കോളവും എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പം ബാക്കിയുള്ളതാണ് എന്ത്, A22, A23, A32, A33, A22, A23. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. A32, A33. ഇതിന് എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഇനി അടുത്തത് വരുന്നത് എന്താ, A12. A12 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത വാല്യൂക്ക് മൈനസ് ഇട്ട് കൊടുക്കണം. -A12. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ 12 ആഡ് ചെയ്ത് എന്താ, 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പറാണ് കിട്ടുന്നത്. ഓഡ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇത് 13 ആണ്. 13 ചെയ്യുകയാണെങ്കിൽ 1ഉം 3 ആഡ് ചെയ്ത 4 ആണ്. അതെന്തല്ല, ഓടല്ല, അത് ഈവനാ. സോ സെയിം എന്താണോ ഇവിടെ ഉള്ളത് അതന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ A21 വെച്ച് ചെയ്യുകയാണെങ്കിൽ A21 എന്ന് പറഞ്ഞാൽ 2ഉം 1ഉം ആഡ് ചെയ്ത 3 എന്ന് പറയുന്ന ഓഡ് നമ്പറാ. സോ ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇട്ട് കൊടുക്കുക. ഇപ്പം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് വാല്യൂ വെച്ചിട്ടുള്ള നമ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു A12 എന്ന് പറഞ്ഞു 1ഉം 2ഉം ആഡ് ചെയ്ത എന്താണ്, 3 എന്ന് പറയുന്ന ഓടാണ്. സോ നെഗറ്റീവ്. ഇനി എന്താ ചെയ്യുക, A12 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അപ്പം ബാക്കി വരുന്നത് ഇത് ഡിലീറ്റ് ചെയ്താൽ എന്താ വരിക, A21, A23, A31, A33. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്. അപ്പൊ എന്താ വരിക, A12ന്റെ
റോയും കോളവും കട്ട് ചെയ്ത A21, A23, A31, A33, A21, A23, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എടുക്കുമ്പോൾ A31, A33. ഓക്കെ, ദെൻ അടുത്തത് ഇപ്പൊ A12ന്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു. ദെൻ ഈ റോയിലുള്ള A13 കൊണ്ട് ചെയ്യാം, പ്ലസ് A13. A13 ചെയ്യുമ്പോൾ A13ന്റെ റോയും കോളവും കട്ട് ചെയ്യാം. അപ്പം ബാക്കി വരുന്നതാണ് A21, A22, A31, A32, A21, A22, A31, A32. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്പർ വെച്ച് എന്തായാലും ചെയ്യും. ഇത് ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോഴേക്ക് റെഡി ആവും. ഓക്കെ, ദെൻ A11 ഇൻറ്റു, ഇനി എന്താ ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്താ? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ദിസ്. അപ്പം A22 ഇൻറ്റു A33, A22 ഇൻറ്റു A33 മൈനസ് A23 ഇൻറ്റു A32, A23 ഇൻറ്റു A32. ഓക്കെ, ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ദെൻ മൈനസ് A12, A21 ഇൻറ്റു A33, A21 ഇൻറ്റു A33 മൈനസ് A31 ഇൻറ്റു A23, A31 ഇൻറ്റു A23. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. പ്ലസ് A13 ഇൻറ്റു, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്ത് വരും? A21 ഇൻറ്റു A32 മൈനസ് A31 ഇൻറ്റു A22, A31 ഇൻറ്റു A22. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പർ വെച്ചുള്ള 3x3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഇതിപ്പോ ഫസ്റ്റ് റോ വെച്ചാ ചെയ്തത്, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കോളം വെച്ച് ചെയ്യാം, സെക്കൻഡ് കോളം വെച്ച് ചെയ്യാം, തേർഡ് കോളം വെച്ച് ചെയ്യാം, സെക്കൻഡ് റോ വെച്ച് ചെയ്യാം, തേർഡ് റോ വെച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ അത് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഇത് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇത് എഴുതിയെടുക്കണോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു നമ്പർ വെച്ചിട്ട് എങ്ങനെ ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മെട്രിക്സും ഡിറ്റർമിനന്റും രണ്ടും രണ്ടാണ്. 1, 2, 3. ഞാൻ ഇത് പല രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. അതോടുകൂടി ഏകദേശം സെറ്റ് ആവുമായിരിക്കും. 7, 8, 9. ഓക്കെ, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. എന്താ പറഞ്ഞത്? നമുക്ക് ഫസ്റ്റ് റോ വെച്ച് ചെയ്യുന്ന കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാം? ഫസ്റ്റ് റോ കോളം വെച്ച് ചെയ്യുന്ന കാണിക്കാം. ഒക്കെ സെയിം വാല്യൂ കിട്ടാം. അപ്പൊ എന്താ നേരത്തെ പറഞ്ഞിരുന്നത്? ഡിറ്റർമിനന്റ് A ഈക്വൽ ടു, നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂ 1 ആണല്ലോ, ആ 1 ഇട്ട് കൊടുക്കുക. ദെൻ ഈ 1ന്റെ റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എന്താ? 5, 6, 8, 9. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 5, 6, 8, 9. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നു. 5, 6, 8, 9 എന്താ ചെയ്യുക? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഈ 2 എന്ന് പറയുന്നത് എന്താണ് ശരിക്ക്? അത് A12 എന്ന് പറയുന്ന ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ ഇതാ ഡയമണ്ട്. ഈ 1, 2, 3, 4 ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താണോ സൈൻ ഉള്ളത് അതിന് ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കി കൊടുക്കണം. ഡയമണ്ട്, അതായത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റും
സെക്കൻഡ് റോയിലെ തേർഡും പിന്നെ തേർഡ് റോയിലെ സെക്കൻഡ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഈ ഡയമണ്ടിന്റെ ഉള്ളിലുള്ള. അപ്പൊ ശരിക്കും ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എ, ഓക്കെ, ഞങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടി A12 സോറി A11 A12 A13 A21 A22 A23 A31 A32 A33. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കിയേ. 1 2 ആഡ് ചെയ്യുമ്പോൾ ഓട് കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യണം, സൈന് മാറ്റി കൊടുക്കണം. ഒന്ന് എന്താ ഓട് കിട്ടുന്നത് ഇതാ, അടുത്ത ഓട് കിട്ടുന്നത് ഏതാ, 2 1 ആഡ് ചെയ്താൽ 3, അടുത്ത ഓട് കിട്ടുന്നത് ഏതാ, 2 3 ആഡ് ചെയ്താൽ 5, അടുത്ത ഓട് കിട്ടുന്നത് 3 2 ആഡ് ചെയ്താൽ ബാക്കിയുള്ളൊക്കെ എന്താ പറയുക ഈവനാ. 1 1 1 + 1 2 1 + 3 4 2 + 2 4 3 + 1 4 3 + 3 6 ബാക്കിയൊക്കെ എന്താണ് ഈവൻ ആണ്. അപ്പൊ ഈ കാണുന്ന ഡയമണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന വരുമ്പോൾ നമ്മൾ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇതിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. സോ ഇവിടെ എന്താണ്, ഇവിടെ ഈ 2 എന്താണ് ആ ഡയമണ്ടിന്റെ ഉള്ളിൽ വരുന്നത്. സോ 2 വരികയാണെങ്കിൽ -2 ആകും. -2 ദെൻ 2ന്റെ റോയും കോളവും എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പം ബാക്കിയുള്ള എന്താ 4 6 7 9 4 6 7 9. ദെൻ അടുത്തത് 3 എന്താണ്, അത് പോസിറ്റീവായിട്ട് തന്നെ വരിക, അത് ആ ഡയമണ്ടിന്റെ ഉള്ളിൽ വരുന്നതല്ല. അപ്പൊ +3 ദെൻ 3ന്റെ എന്ത് ചെയ്യുക, റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് 4 5 7 8. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഇനി എന്താ ചെയ്യുക, ഇതിന്റെ 2/2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതന്നെ ചെയ്യാനുള്ള. 5 × 9 എന്താ 45 -6 × 8 48 45 - 48 -2 × 4 × 9 എന്താ 36 -6 × 7 42 +3 × 4 × 8 32 -5 × 7 35. ഓക്കെ, അപ്പോൾ 1 × 45 - 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 45 - 48 1 × 45 - 48 that is equal to -3 -2 × 36 - 42 that is equal to -6 +3 × 32 - 35 that is equal to -3. So 1 × -3 -3 -2 × -6 that is equal to +12 3 × -3 that is equal to -9. So -3 -9 -12 -12 + 12 that is equal to 0. അപ്പൊ ഇതെന്തല്ല, ഇത് കൺസിസ്റ്റന്റ് അല്ല, ഇൻകൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ എങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു അത്യാവശ്യ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, ഇനി ഇതിപ്പോ ഫസ്റ്റ് റോ വെച്ചാ ചെയ്തത്, ഇനി നമുക്ക് ഫസ്റ്റ് കോളം വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഇതന്നെ അല്ലേ കിട്ടുന്നത്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നുകൂടി ഞാൻ 1 2 3 4 5 6 7 8 9. ഓക്കെ, ഡിറ്റർമിനന്റ് ഞാൻ ഫസ്റ്റ് കോളായിട്ട് എടുക്കുന്നത്. ഇനി ഫസ്റ്റ് കോളോ സെക്കൻഡ് കോളോ തേർഡ് കോളോ ഏത് വേണേലും എടുക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡയമണ്ട് ഷേപ്പിൽ വരുന്നതൊക്കെ എന്ത് ചെയ്യും, സൈൻ എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും, ബാക്കിയൊക്കെ സെയിം. അപ്പൊ ഓക്കെ, ഞാൻ ഫസ്റ്റ് റോ വെച്ചുള്ള ചെയ്തു, ഫസ്റ്റ് കോളം വെച്ചുള്ള ചെയ്യാണ് 1 4 7. ഇപ്പൊ 1 ചെയ്യുകയാണെങ്കിൽ 1ന്റെ എന്ത് ചെയ്യണം, സെയിം പ്രോസസ്, റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള എന്താണ് 5 6 8 9 5 6 8 9. ഓക്കെ, ഇനി 4 ആണ്. 4 എന്ന് പറയുന്ന ഈ ഡയമണ്ടിന്റെ ഉള്ളിലുള്ളതാണ്. സോ ഇതെന്താണ് -4 ആയിട്ട് വരും, -4. ഇപ്പൊ 4ന്റെ റോയും കോളവും കട്ട് ചെയ്യുക. ബാക്കി വരിക 2 3 8 9 2 3
8 9. അടുത്തത് 7. 7 എന്താണ്? ഡയമണ്ടിന്റെ ഉള്ളിലുള്ളതല്ല. സോ 7 സെയിം. അവിടെ -7 ആണെങ്കിൽ -7 തന്നെ വരിക. ഇവിടെ +7 7. ഓക്കെ, ദെൻ 7ന്റെ റോയും കോളവും എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അപ്പൊ ബാക്കി വരിക 2 3 5 6. 2 3 5 6. 1 into 9 into 5 45 minus 6 into 8 48. അടുത്തത് -4 into 2 into 9 18 minus 3 into 8 24 plus 7 into 2 into 6 12 minus 3 into 5 50. ചെയ്യുമ്പോൾ 1 into 45 minus 48 that is equal to -3 വരും. പിന്നെ -4 into 18 minus 24 that is equal to -6 plus 7 into 12 minus 5 15 12 minus 15 that is equal to -3. അപ്പോൾ -3 -4 into -6 plus 24 7 into -3 -21. അപ്പോൾ -3 -21 that is equal to -24 -24 plus 24 that is equal to 0. ഈ ഒരു രീതിയിൽ ഇപ്പൊ ഞാൻ ചെയ്തത് ഫസ്റ്റ് കോളം വെച്ചിട്ടാണ്. ഇനി സെക്കൻഡ് കോളം വെച്ചിട്ട് ചെയ്താലും സെയിം ആൻസറാ കിട്ടുക. തേർഡ് കോളം വെച്ചിട്ട് ചെയ്താലും സെയിം ആൻസറാ കിട്ടുക. ഓക്കെ, രണ്ട് മൂന്ന് ഇത് ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എല്ലാവർക്കും Clear ആണ് sir. പറയാട്ടോ. ഒരാൾ മാത്രം എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ സെം എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആയിട്ടുണ്ടോ ഏകദേശം? മാർച്ച് അതെ sir. 20. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ? Okay sir. ഓക്കെ, കുറച്ച് പോയിന്റുകൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇതൊക്കെ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, only square matrices have determinants ഏത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താന്നുള്ളത്. ഇതൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡിറ്റർമിനൻസ് ഉണ്ടാവുള്ളൂ. സ്ക്വയർ അല്ലാത്തതിന് ഡിറ്റർമിനൻസ് ഉണ്ടാവും. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3, അതായത് 3/3. ഓർഡർ 3 ക്യാൻ ബി എക്സ്പാൻഡഡ് അലോങ് എനി റോ ഓർ കോളം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് റോയോ അല്ലെങ്കിൽ ഏത് കോളം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്തത് ഫസ്റ്റ് കോളം വെച്ചിട്ട്, ഇവിടെ ചെയ്തത് ഫസ്റ്റ് റോ വെച്ചിട്ട്. ഇനി സെക്കൻഡ് റോ വെച്ച് ചെയ്യാം, തേർഡ് റോ വെച്ച് ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് if a row ഡിറ്റർമിനന്റ് കാണാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ നെറ്റിനും ചോദിക്കാറുണ്ട്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനന്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ സീറോസ് ദെൻ ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഈസ് സീറോ. ദാറ്റ് മീൻസ് നമ്മുടെ ഡിറ്റർമിനന്റ് ഇപ്പം ഫസ്റ്റ് റോ ഫുള്ള് സീറോ ആയി. ഇനി ബാക്കിയുള്ള എന്താന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്തായിരിക്കും വരിക, സീറോ ആയിരിക്കും വരിക. കാരണം എന്താ, ഇപ്പൊ നമ്മള് ഈ ഫസ്റ്റ് റോ വെച്ച് ചെയ്യാണ്. ഇപ്പൊ 0 അപ്പൊ എന്തായാലും 0 ആണ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതെന്തായിട്ട് മാറും, സീറോ ആയിട്ട് തന്നെ മാറും. മൈനസ് അടുത്തത് 0 തന്നെ ചെയ്യുക, അപ്പൊ അതും 0 ആയിട്ട് മാറും. പിന്നെ അടുത്തതും 0 ചെയ്യുക. അപ്പൊ ടോട്ടലി നോക്കുമ്പോൾ എന്താവും, ഈ ഡിറ്റർമിനന്റ് ഫോർ എക്സാമ്പിൾ ഡെൽറ്റ. അപ്പൊ ഡെൽറ്റന്റെ വാല്യൂ, നോർമലി ഡെൽറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിറ്റർമിനന്റ് സൂചിപ്പിക്കാറുണ്ട്. അപ്പം ഡെൽറ്റന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അതാണ് ആ പറഞ്ഞത്. ഡിറ്റർമിനന്റ് ഫോർ എക്സാമ്പിൾ ഒരു റോ മുഴുവൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആയിട്ട് മാറും. ആ റോ തന്നെ ആവണമെന്നില്ല, ഒരു കോളത്തിൽ ഫുള്ള് 1 5 2 3 7 8. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് റോ ഫുള്ള് 0 ആണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിലും ഡിറ്റർമിനന്റ് 0 ആയിരിക്കും വരിക. ഇനി ഫസ്റ്റ് റോയോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളോ ആകണം നിർബന്ധമൊന്നുമില്ല. സെക്കൻഡ് റോ 1 2 3 7 8 9, ഇതിന്റെയും ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. Okay. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് ഓക്കെ ആയിട്ടുണ്ടാവും. എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. 3/3 നിങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കോ. ഡിറ്റർമിനന്റ് A equal to 1 2 4 -1 3 0 4 1 0. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളത് വെച്ച് ചെയ്യാം. ഫസ്റ്റ് റോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളോ അല്ലെങ്കിൽ സെക്കൻഡ് റോ, ഏത് വേണമെങ്കിലും ചെയ്യാം. ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച്. ആർക്കെങ്കിലും ഇതുവരെ ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ പറഞ്ഞു, എത്ര പ്രാവശ്യം വേണേലും പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ രണ്ടാളൊന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ.
ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. -52. യാ -52. രണ്ടാൾക്കും കിട്ടിയോ? -52 കറക്റ്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. ഏത് വെച്ച് ചെയ്യണം? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഏത് വെച്ച് ചെയ്യണം? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. ഇത് എളുപ്പം ചെയ്യാൻ ഇവിടെ 0 0 ഉള്ളത് കൊണ്ട് നമ്മുടെ തേർഡ് കോളം വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം ഇവിടെ ഈ സീറോന്റെ ചെയ്യേണ്ട ആവശ്യമില്ല, സീറോന്റെ ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ഈ 4 വെച്ച് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ 4 മാത്രം ചെയ്യുമ്പോൾ 4ന്റെ ഓക്കെ 4 പോസിറ്റീവ് ആണല്ലോ. നോക്കാം, ഈ ഡയമണ്ടിൽ വരുന്നില്ല. സോ 4 പോസിറ്റീവ് തന്നെയാണ് വരിക. 4ന്റെ റോയും കോളവും ക്യാൻസൽ ചെയ്യുക. അപ്പൊ ബാക്കി വരിക -1 3 4 1. പിന്നീട് ബാക്കിയുള്ളതൊക്കെ 0 ആണ്. അപ്പോ 0 ശരിക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതാണ്. പിന്നീട് അടുത്തത് വരുന്നതും 0 ആണ്, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 4 into -1 into 1, that is equal to -1. Then -3 into 4, that is equal to 12. So 4 into -1 -12, that is equal to -13. അപ്പോൾ -52. ഓക്കെ ആണല്ലോ? ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഡിറ്റർമിനന്റ് ഓക്കെ ആണല്ലോ? 3/3. ഓക്കെ ആണ് സർ. ഓക്കെ, ഓക്കെ ആണ് സർ. ദെൻ നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകാം. നിങ്ങൾ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതാണ് ഹോംവർക്ക്. ഡിറ്റർമിനന്റ് എ 3 -2 4 1 2 1 0 1 -1. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യട്ടോ. ദെൻ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ആകെ 1-2 ക്വസ്റ്റ്യനെ ചെയ്യുള്ളൂ. പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോ നമ്മള് ഇതിന്റെ കോർഡിനേറ്റ് ആയിട്ട് x1 y1 x2 y2 x3 y3 ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ വരിക ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ്, നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഒക്കെ ആദ്യം ഒരുമിച്ച് ചെയ്താൽ x1 x2 x3 y1 y2 y3 1 1
വൺ. എന്ത് ചെയ്യുക, 1 1 1 ഇട്ട് കൊടുക്കണം. ഇതെന്ത് ചെയ്യുക, x1 x2 x3 y1 y2 y3 എന്ത് ചെയ്യുക, ഞാൻ ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതേ ഇൻറ്റു ഹാഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇതാണ് കൺസെപ്റ്റ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ whose vertices are 3 8 -4 2 and 5 1. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഹാഫ് ഇൻറ്റു അത് ഇക്വേഷൻ ചെയ്തോ, x1 x2 x3 y1 y2 y3 then 1 1 1. ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു ഇതിൽ x1 എന്ന് പറയുന്നത് 3, x2 എന്ന് പറയുന്നത് -4, x3 എന്ന് പറയുന്നത് 5. അപ്പം 3 -4 5 y1 y2 y3 8 2 1 8 2 1 then 1 1 1. അപ്പോൾ ഹാഫ് ഇൻറ്റു ഹാഫ് അവിടെ നോട്ടെ 3 ഇൻറ്റു 3ന്റെ എന്ത് ചെയ്യണം, ഡ്രോയിങ് കോളവും കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വരിക 2 1 1 1 -8 ആണ്, കാരണം ഡയമണ്ടിലുള്ളതാണ്. സോ -8 -8ന്റെ ഡ്രോയിങ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -4 1 5 1. അടുത്തത് 1 +1. ഈ 1ന്റെ റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ -4 2 5 1. ഇതിലെല്ലാത്തിനും കൂടി ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റിൽ 3 ഇൻറ്റു 2 -1 2 -1 -8 -4 ഇൻറ്റു 1 -4 -5 ഇൻറ്റു 1 5 പ്ലസ് 1 ഇൻറ്റു -4 ഇൻറ്റു 1 -4 -5 ഇൻറ്റു 2 10. ഓക്കെ, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 -1 2 -1 എന്താ 1 1 ഇൻറ്റു 3 1 ഇൻറ്റു 3 3 -8 ഇൻറ്റു ഇതെന്താ -4 -5 എന്താ -9. അപ്പൊ -8 ഇൻറ്റു -9. അപ്പൊ 8 ഇൻറ്റു 9 എന്താ 72. മൈനസ് രണ്ട് സ്ഥലത്ത് മൈനസ് ഉണ്ടായതുകൊണ്ട് അത് പ്ലസ് ആകും. അപ്പൊ 8 ഇൻറ്റു 9 72. 3 + 72 മൈനസ് അല്ല പ്ലസ് 1 ഇൻറ്റു -4 -10 -14 -14 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -14. അപ്പോ 3 + 72 75 75 എന്ന് 14 മൈനസ് ചെയ്യുക 61. അപ്പം 61 ഇൻറ്റു ഹാഫ് അല്ലെങ്കിൽ 61/2 ആണെന്ത്, യൂണിറ്റ് സ്ക്വയർ ആണെന്ത്, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ആകെ ഈ ഒരു ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നുള്ളൂ. അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, ഒറ്റ മിനിറ്റ് ഇട്ട് വരാം.
ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലീനിയർ ഇക്വേഷൻ തരികയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഈ എ ഇൻവേഴ്സിലേക്ക് എത്താൻ നമ്മൾ ആദ്യം മൈനർ എന്താന്ന് പഠിക്കണം, ദെൻ കോഫാക്ടർ, ദെൻ അഡ്ജോയിന്റ്, ദെൻ എ ഇൻവേഴ്സ്. ഇത്രയും കൺസെപ്റ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്, എ ഇൻവേഴ്സ്. പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. മൈനർ, കോഫാക്ടർ, അഡ്ജോയിന്റ്, എ ഇൻവേഴ്സ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം മൈനർ എടുക്കും, കോഫാക്ടർ, ദെൻ അഡ്ജോയിന്റ് വരെ എടുക്കും. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ എന്താണ് മൈനർ അല്ലെങ്കിൽ മൈനേഴ്സ്? അപ്പൊ എന്താണ് മൈനർ? Minor of an element Aij of a determinant is the determinant obtained by ഇപ്പൊ എന്താണ് ഈ മൈനർ എന്ന് പറയുന്നത്? Minor of an element Aij of a determinant is the determinant obtained by deleting it ith row and jth column in which element Aij lies. Minor of an element Aij is denoted by Mij. അപ്പൊ എന്താണ് ഈ പറഞ്ഞത്? മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ith റോയും jth കോളവും എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്,
ഇപ്പൊ 1 2 3 4. അതായത് ith റോയും jth കോളം, അതായത് ഇതിന്റെ റോയും കോളം. ഇപ്പൊ 1ന്റെ 1 എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് A11, A12, A21, A22. ഇപ്പൊ A11ന്റെ മൈനർ എന്താണെന്ന് ചോദിച്ചാൽ A11ന്റെ റോയും കോളവും കട്ട് ചെയ്യുക. ബാക്കി വരുന്നത് എന്താ? ബാക്കി ആകെ വരുന്നത് A22 എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സിംഗിൾ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് സിംഗിൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 1/1 ഓർഡർ 1/1 വരുന്ന ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതെന്താ വരിക? A22. അപ്പോൾ ഇവിടെ 1ന്റെ മൈനർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഉള്ള റോയും കോളവും കട്ട് ചെയ്യാം. ബാക്കി വരുന്നത് എന്താ? 4. അപ്പോ M11 എന്ന് പറയുന്നത് എന്താണ്? 4. ഇനി 2 എന്ന് പറയുന്നത് M12. M12ന്റെ മൈനർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വരുന്ന എന്ത് ചെയ്യുക? റോയും കോളവും കട്ട് ചെയ്യുക. ബാക്കി വരുന്നത് എന്താ? 3. അപ്പൊ അതായത് ഡിറ്റർമിനന്റ് 4 എന്നാണ്, അത് 4 തന്നെ വരിക. ഡിറ്റർമിനന്റ് 3 അത് 3 ആണ് വരിക. ദെൻ M21 എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിന്റെ റോയും കോളവും കട്ട് ചെയ്യുക. ബാക്കി വരുന്നത് 2. അപ്പൊ ഡിറ്റർമിനന്റ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. M22 4 ആണ്. 4ന്റെ റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1. ക്ലിയർ ആണോ? ഇതാണ് മൈനർ എന്ന് പറയുന്നത്. എന്നെ സൂചിപ്പിക്കുക MIJ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് A11 ആണെങ്കിൽ ഇതിന്റെ മൈനറിനെ സൂചിപ്പിക്കുക M11. ഇത് A12 ആണ്, ഇതിന്റെ മൈനറിനെ സൂചിപ്പിക്കുക M12. A21 M21, A22 M22. അത്രേ ഉള്ളൂ 2/2 മെട്രിക്സിന്റെ കേസിൽ, 2/2 ഡിറ്റർമിനന്റിന്റെ കേസിൽ. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ 3/3ന്റെ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, എന്നിട്ട് നമുക്ക് 3/3ലേക്ക് പോകാം. A equal to M11, M12, M13. അയ്യോ സോറി, M13 ഇല്ലല്ലോ. M21, M22. ഓക്കെ, ആരൊക്കെ ആയിരുന്നു ലൈവിലുണ്ടായിരുന്നു? ഒറ്റ മിനിറ്റ്. ഓക്കെ, ഹലോ, ആരെ എന്തായിരുന്നു? അർച്ചന എന്നല്ല പേര്? ഹലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ M11ന്റെ വാല്യൂ എന്താ വരിക എന്ന് പറയാൻ പറ്റുമോ? -5. കറക്റ്റ്. അതായത് A2 വരുന്ന റോയും കോളവും കട്ട് ചെയ്യുക, ബാക്കി വരുന്ന -5. അപ്പൊ അർച്ചന തന്നെ പറഞ്ഞോ, M12 എന്താ വരിക? 3. ഓക്കെ. ദെൻ നെയ്മ അല്ലേ? നെയ്മ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ M21ഉം M21 എന്താ വരിക? -5. M21 നോട്ട് -5. M21 എന്ന് പറയുന്നത് ഈ കാണുന്ന ആണ്. അതായത് 3 എന്ന് പറയുന്നതാണ് 21 എന്ന് പറയുന്നത്. അതിന്റെ മൈനർ എന്ന് പറയുന്നത് 3 വരുന്ന റോയും കോളവും കട്ട് ചെയ്യുക. അപ്പൊ -6 ആണ്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ M22 പറഞ്ഞേ. ഹലോ, M22ന്റെ വാല്യൂ ഹലോ, ക്ലിയർ ആവുന്നില്ല. ഹലോ ഹലോ
ഞാൻ പറയണോ? ഹലോ 2 അല്ലേ നെയ്മ? സാറേ? 2 ആണ് സർ. അതെ 2 ആണ്, 2 ആണ്. ജസ്റ്റ് പറഞ്ഞാൽ മതി, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, അതായത് -5 റോയും കോളും കട്ട് ചെയ്യുക 2. അപ്പൊ അത്രേ ഉള്ളൂ എന്ത് 2/2ന്റെ മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, then നമുക്ക് 3/3 പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ഡെൽറ്റ ഈക്വൽ ടു 3/3ന്റെ മൈനർ ആയിട്ട് പറയുന്നത്. ഡെൽറ്റ ഈക്വൽ ടു 1 2 3 4 5 6 7 8 9. ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടി മൈനറിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. എന്താണ് മൈനറിന്റെ ഡെഫിനിഷൻ? മൈനർ ഓഫ് ആൻ എലിമെന്റ് aij ഓഫ് എ ഡിറ്റർമിനന്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഒബ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് its ith row and jth column in which element aij lies. അതായത് aij ലൈ ചെയ്യുന്ന അതിന്റെ റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അതാണ് എന്ത് മൈനർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ M11 എന്ന് പറയുന്ന ഇത് എന്താണ്? A11ന്റെ മൈനർ ആണ് എന്ത് M11. A11 എന്ന് പറയുന്നത് 1 ആണല്ലോ. ആ 1ന്റെ റോയും കോളവും കട്ട് ചെയ്ത് ബാക്കി വരുന്ന ഇതെന്താണ് 5 6 8 9. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 5 6 നേരത്തെയും ചെയ്തത് സെയിം ആണ്, പക്ഷെ നമുക്കറിയാം ഒരു 1/1 ഡിറ്റർമിനന്റിന്റെ, ഫോർ എക്സാമ്പിൾ ഡിറ്റർമിനന്റ് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ് വരിക. അതുകൊണ്ടാണ് നേരത്തെ അവിടെ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ റോയും കോളവും കട്ട് ചെയ്ത് ബാക്കി വരുന്ന 5 6 8 9 അതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ എന്താ വരിക? 5 × 9 45 മൈനസ് 6 × 8 48. അപ്പം ഇതിന്റെ മൈനർ എന്ന് പറയുന്നത് -3. ഓക്കെ, M12 വരിക, റോയും കോളവും കട്ട് ചെയ്യുക, ബാക്കിയുള്ളത് 4 7 4 6 7 9 4 6 7 9. 4 × 9 36 മൈനസ് 6 × 7 42. ആൻസർ -6. ഇപ്പൊ M13 വരെ എന്താണ്? ഈ 3 ആണ് A13, അതിന്റെ മൈനർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 വരുന്ന റോയും കോളവും കട്ട് ചെയ്യുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. 4 5 7 8. ഇപ്പൊ വരിക 4 × 8 32 മൈനസ് 5 × 7 35. 32 മൈനസ് 35 that is equal to -3. ഓക്കെ, then M21 ആർക്കാ ചെയ്യാൻ പറ്റുക? M21 ഓക്കെ, M21 അർച്ചന പറയാൻ പറ്റുമോ? നീ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ അങ്ങനെ എഴുതാം. M21 ഏതൊക്കെ കട്ട് ചെയ്യണ്ടേ? ഏതിന്റെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്? പറഞ്ഞു. അതായത് 4ന്റെ ഭാഗം കട്ട് ചെയ്യുക, 4ന്റെ കോളം കട്ട് ചെയ്യുക. ഓക്കെ, 4ന്റെ റോയും കോളവും കട്ട് ചെയ്തു. അപ്പൊ ബാക്കി വരുന്ന നമ്പർ ഒന്ന് പറഞ്ഞേ. 2 3 8 9. പറഞ്ഞോ. 2 3 8 9 വരും. പിന്നെ അതില് 2 × 9 നോക്കും. ഓക്കെ, 4ന്റെ റോയും 4ന്റെ കോളവും കട്ട് ചെയ്തു. അപ്പൊ ബാക്കി വരുന്നത് 2 3 8 9. 2 3 8 9. ഇപ്പൊ 2 × 9 18 മൈനസ് 3 × 8 24. That is equal to -6. M22 നെയിം ഒക്കെ പറയാൻ പറ്റുമോ? അടുത്ത M22. Yes sir. 1379. ഓക്കെ, 1379ന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, 1379.
ആൻസർ എന്താ വരിക? 1 into 9 9 minus 7 into 3 21. 9 minus 21 that is equal to minus 12. Okay, then M23 എന്താ വരിക? M23 വരിക ഓക്കെ 1278. നിങ്ങൾ ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് കൂടും. 1278. 1 into 8 8 minus 2 into 7 14. That is equal to 8 minus 14. That is equal to minus minus 6. Then M31 എന്താ വരിക? 7 കട്ട് ചെയ്താൽ 2356. യാ, ഒന്ന് കുറച്ച് സ്പീഡ് ആക്കട്ടെ, ഒരുപാട് തീർക്കാനുണ്ട്. എല്ലാ കൺസെപ്റ്റും പറഞ്ഞു പോവാണ്. ഇതിന്ന് ഏതെങ്കിലും ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കും ചോദിക്കുക. 2 into 6 12 minus 3 into 5 15. 12 minus 15 that is equal to minus 3. Sir, പറഞ്ഞു. ഇപ്പൊ ഇതിൽ നമുക്ക് ഇതില് വരിക ഈ ഡിസ്ക്രിപ്റ്റീവ് പോലെ ക്വസ്റ്റ്യൻസ് ആവൂലേ? ഓക്കെ, സിഒടിയിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇതേപോലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് അതായത് അങ്ങനത്തെ ഇങ്ങനെ ഒരു ചോദിച്ച് minor കണ്ടിട്ടുണ്ട്. അതായത് ഡിറ്റർമിനന്റിന്റെ വാല്യൂ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മെട്രിക്സ് തന്നിട്ടോ? അതെ, മെട്രിക്സ് ഇതേപോലെ തന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞ CUET-ന്റെ ഫുൾ പേപ്പർ ഒന്നും എടുത്ത് നോക്കിയില്ല. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നത് നെറ്റിലാണ്, UGC നെറ്റിലാണ്. ഓക്കെ, പിന്നെ എന്തായാലും ഇതൊന്ന് പഠിച്ചു വെച്ചോ. അതായത് കൂടുതൽ ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇത് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇത് ഒന്ന് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എന്തായാലും കുറച്ച് മാക്സിമം സ്പീഡിൽ തന്നെ എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ AI ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റുകൾ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുക. അല്ല സർ, ഇപ്പൊ അതില് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഒറ്റടിക്കൊക്കെ ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടി വരില്ലേ? ഇതെല്ലാം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് 2x2 മെട്രിക്സ് ആയിരിക്കും. 2x2 മെട്രിക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ 3x3 ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. 3x3 വരികയാണെങ്കിൽ കുറച്ച് അധികം ടൈം പോകും. കാരണം ഈ കാണുന്ന മൈനർ, കോഫാക്ടർ, ദെൻ അഡ്ജോയിന്റ് കണ്ടുപിടിച്ചിട്ട് വേണം ഈ കാണുന്ന AI ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ. AI ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അപ്പോൾ 3 4 5 മിനിറ്റ് ഒക്കെ പിടിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്നും വരലുണ്ടാവില്ല. ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഈ ഒരു പോർഷൻസ് കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പഠിപ്പിച്ച ആ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ, അപ്പൊ M32 വരിക. ഓക്കെ, M32 8 പോയ 1346. കുറച്ചൊന്ന് സ്പീഡ് ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളതാണ്. 1346. അപ്പോൾ 1 into 6 6 minus 3 into 4 12. Answer minus 6. M33 that is equal to 9 പോയി കഴിഞ്ഞാൽ 1245. 5 minus 8 that is equal to minus 3. അപ്പൊ ഇതാണ് മൈനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? ദെൻ കോഫാക്ടർ സിമ്പിൾ ആണ്. കോഫാക്ടർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ആലോചിക്കാനുള്ളൂ. കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതാം. കണ്ടുപിടിക്കാൻ ഈസി ടെക്നിക്ക് ഉണ്ട്. ഓരോന്നോരോന്ന് അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മൈനർ കണ്ടുപിടിച്ചാൽ കോഫാക്ടർ എഴുതാൻ എളുപ്പമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈസി ടെക്നിക്ക് കൂടി പറയും. ഇത് ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുകയായിരിക്കും, പിന്നീട് പെട്ടെന്ന്. ഇന്നലെ എക്സാം അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഹലോ, ഹലോ.
ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് എ ഐ ജെ ഡിനോട്ടഡ് ബൈ എ ഐ ജെ. നമ്മൾ മൈനറിനെ സൂചിപ്പിച്ച് എം ഐ ജെ, കോഫാക്ടറിനെ സൂചിപ്പിക്കുന്ന എ ഐ ജെ ഈസ് ഡിഫൈൻഡ് ബൈ എ ഐ ജെ ഈക്വൽ ടു -1 റൈസ്ഡ് ഐ പ്ലസ് ജെ ഇൻറ്റു എം ഐ ജെ, വേർ എം ഐ ജെ ഈസ് മൈനർ ഓഫ് എ ഐ ജെ. അപ്പം മൈനറിന് എന്ത് ചെയ്യണം? -1 ഇൻറ്റു ഐ പ്ലസ് ജെ ചെയ്യണം. അപ്പൊ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഡയമണ്ട് A11 A12 A13 സ്പീഡ് പറയാണ് A21 A22 A23 A31 A32 A33. ഓക്കെ, അപ്പം ഇവിടെ എന്താണോ ഇതിന്റെ മൈനർ കിട്ടുന്നത് അതിനെന്ത് ചെയ്യണം? -1 ഇൻറ്റു ഐ പ്ലസ് ജെ. ഐ പ്ലസ് ജെ എന്താ? 1 + 1 2. ഇപ്പൊ -1ന്റെ സ്ക്വയർ എന്താ വരിക? 1 ആണ് വരിക. ഇപ്പൊ ഇവിടുത്തെ കേസിൽ മൈനർ എന്താണോ വരുന്നത് സെയിം അതന്നെയാണ് എന്ത് വരിക? കോഫാക്ടർ വരിക. നേരത്തെ പറഞ്ഞ പോലെ ഡയമണ്ട് ഉണ്ടല്ലോ, ആ ഡയമണ്ടിന്റെ കേസിൽ മാത്രം എന്ത് വരുള്ളൂ? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. അത്രേ ഉള്ളൂ ഇവിടെ കോഫാക്ടർ. ഫോർ എക്സാമ്പിൾ M11 5 കിട്ടിയാൽ A11 നോക്കേണ്ട കാര്യം എന്താ? M11 1ഉം 1ഉം 2 എന്താണ്? ഈവൻ ആണ്. ഈവൻ ആണെങ്കിൽ സെയിം 5 തന്നെ വരിക. ഇനി M12 ഫോർ എക്സാമ്പിൾ -3 കിട്ടി. അപ്പൊ A12 വരെ എന്താണ്? 1ഉം 2 ആഡ് ചെയ്ത 3 എന്താണ്? ഓടാണ്. ഓട് വരുമ്പോൾ -1 റൈസ്ഡ് ഐ പ്ലസ് ജെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -1 ആണ്. അപ്പൊ -3 ഇൻറ്റു -1 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ ആ ഡയമണ്ടിൽ വരുന്ന എലമെന്റ്സിനൊക്കെ എന്ത് ചെയ്യണം? സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം. മൈനർ എന്താണോ വരുന്നത് ബാക്കി സെയിം ആയിട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 2 3 4. അപ്പം ഇതെന്താ? A11 A12 A21 A22. ഇവിടുത്തെ കേസിൽ ഇങ്ങനെ നോക്കുക, ഓടോ ഈവനോ നോക്കിയാൽ മതി. 1 1 1 + 1 2 എന്താ? ഈവൻ ആണ്. അപ്പം ഇവിടെ എന്താണോ വരുന്നത് ഇതിന്റെ മൈനർ എന്താണോ വരുന്നത് അതന്നെയാണ് എന്ത് വരിക? ആദ്യം നമുക്ക് മൈനർ എഴുതി വെക്കാം, എന്നിട്ട് കോഫാക്ടർ എഴുതാം. M11 M12 M21 M22. M11 1ന്റെ മൈനർ ഏതാ? 1 ഉപയോഗിക്കുക 4. 2ന്റെ മൈനർ ഏതാ? 1. 3ന്റെ മൈനർ ഏതാ? 2. 4ന്റെ മൈനർ 4ന്റെ മൈനർ 1. പക്ഷെ ഇവിടെ എന്തോ മാറിയിട്ടല്ലോ. A12. ഓക്കെ, ഇതിന്റെ മൈനർ 3 ആ വരുന്നത്. ഇനി കോഫാക്ടർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, A11 ഇത്ര നോക്കാനുള്ളൂ. 1 1 1 + 1 എന്താ? 2. അപ്പൊ ഇവിടെ ഈവനാ വരുന്നത്. ഈവൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല? സൈൻ മാറ്റേണ്ടതില്ല, സെയിം ആയിട്ട് എഴുതിയാൽ മതി. ഇനി A12 എന്താണ്? 1 + 2 3. 3 എന്ന് പറയുന്നത് എന്താണ്? ഓടാണ്. അതായത് ഇവിടെ -1 റൈസ്ഡ് ഐ പ്ലസ് ജെ. അപ്പൊ ഇവിടെ -1 റൈസ്ഡ് 1 + 2. അപ്പൊ -1 റൈസ്ഡ് 3. അത് ചെയ്യുമ്പോൾ -1 ആവും. അതുകൊണ്ടാണ് സൈൻ മാറ്റാൻ പറയുന്നത്. ഇപ്പൊ A12 വരിക -3. A21 എന്ന് പറയുന്നത് 2 + 1 3 ആണ്, ഓടാണ്. സൈൻ ചേഞ്ച് ചെയ്യുക -2. A22 1 തന്നെ വരിക. ക്ലിയർ ആണത്? ഹലോ, ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇതാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കോഫാക്ടർ ഇപ്പോ നമുക്കിപ്പോ മറ്റേ -1 എന്താ ഐ പ്ലസ് ജെ അങ്ങനെ എന്തോ സർ ചെയ്തില്ലേ? ആ ആ
1+i+j അങ്ങനെ നോക്കണ്ടല്ലേ, നമുക്ക് മൈനറിൽ തന്നെ നോക്കിയാ പോരെ അത് ഓടാണോ ഈവൻ ആണോ വരിക എന്നുള്ളത്. അത് നോക്കിയാൽ മതി. പക്ഷെ ഈ കൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഓടാണോ ഈവൻ ആണോ എന്ന് വെച്ചിട്ടുള്ള ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ സർ. അത്രേ ഉള്ളൂ. അതായത് -1 ബേസിക് ആയിട്ടുള്ള റൂളാണ്. -1ന്റെ പവർ ഈവൻ ആണെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ഓടാണെങ്കിൽ -1 ആവും. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഓക്കെ, അപ്പൊ ഈ എഴുതിയതിന്റെ കോഫാക്ടർ ഇതാണെങ്കിൽ A11 ഇത് -3 ആണ്. 1 1 1 + 1 2 സെയിം -3 തന്നെ വരിക. A12 -6 ആണ്. 1 + 2 എന്താണ്? 3 ഓടാണ്. അപ്പൊ എന്ത് ചെയ്യും? സൈൻ ചേഞ്ച് ചെയ്യും, 6 ആവും. A13 -3 1 + 3 4 ആണ്. ചേഞ്ച് ചെയ്യില്ല, -3. മനസ്സിലായോ? അപ്പൊ ഏത് ക്വസ്റ്റ്യനും A21 ആഡ് ചെയ്താൽ 3 ആണ്, ഓടാണ്, ചേഞ്ച് ചെയ്യും, -6 ഉള്ളത് 6 ആവും. A22 2 + 2 4 ആണ്, ചേഞ്ച് ചെയ്യില്ല, -12. A23 -6 2 + 3 5 ആണ്, അപ്പൊ ചേഞ്ച് ചെയ്യും, 6 ആകും. A31 3 + 1 4 ആണ്, ചേഞ്ച് ചെയ്യില്ല, -3 തന്നെ വരും. A32 3 + 2 5 ആണ്, -6 ഉള്ളത് ചേഞ്ച് ചെയ്യും, 6 ആകും. A33 ഓക്കെ 3 + 3 6 ഈവൻ ആണ്, ചേഞ്ച് ചെയ്യില്ല, -3. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇപ്പൊ കോഫാക്ടർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അഡ്ജോയിന്റ് കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. അഡ്ജോയിന്റ് സിമ്പിൾ ആണ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ ഇത് പറയുമ്പോൾ ഒരുപാട് കൺസെപ്റ്റ് ഉള്ള പോലെ തോന്നും. പക്ഷെ ഇതൊന്ന് എല്ലാതോടി ഒരുമിച്ച് പഠിക്കുമ്പോൾ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആകെ കുറച്ച് സമയം മതി. ഓരോന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. പക്ഷെ പഠിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ചെയ്ത് നോക്കുമ്പോഴേക്ക് ഇത് എന്താകും? നല്ല ഈസി ആയിട്ട് വരും, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ കോഫാക്ടർ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കോഫാക്ടർ മെട്രിക്സ് എഴുതാണ്ടാവും. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് 4 -3 -2 1 ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് എന്താ വരിക? ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാ A11 -3 A12 6 -3 6 -12 6 -3 6 -3. ഇതാണ് എന്ത്? ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണത്? ഓക്കെ, അപ്പൊ ഇനി അഡ്ജോയിന്റ് എന്ന് പറയുന്നത് ഇത്ര മനസ്സിലാക്കാനുള്ളൂ. ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ്, അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ്. ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഇപ്പം A = 2 3 1 2 3 1 4. ഞാൻ ഈ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഈസി ടെക്നിക്ക് പറയാം. ആദ്യം എങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ് പറഞ്ഞുതരാം, ദെൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് 2/2 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 3 1 4 നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് മൈനർ സ്കിപ്പ് ചെയ്ത് ഇത് എഴുതാൻ പറ്റും കേട്ടോ, കോഫാക്ടർ എഴുതാൻ പറ്റും. അപ്പം അഡ്ജോയിന്റ് എന്താണ്? ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ അതാണ് എന്ത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് M11 M12 M21 M22 then A11 A12 A21 A22. M11 എന്ന് പറയുന്നത് 4 അല്ലേ? M12 എന്ന് പറയുന്നത് 3യും 3ന്റെ റോയും കോളം ഒഴിവാക്കിയ 1. M21
1ന്റെ റോയും കോളം ഒഴിവാക്കിയ 3 2 2 4 2. ഓക്കെ, ഇതിന്റെ കോഫാക്ടർ എഴുതുമ്പോൾ M11 1 + 1 2, ഈവൻ 4 തന്നെ വരിക, ഓഡ് -1 ആകും, 2 1 ഓഡ് തന്നെയാണ്, അപ്പൊ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും, -3 ആകും, 2 2 ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ഇതിന്റെ കോഫാക്ടർ മെട്രിക്സ് എഴുതുമ്പോ ഇതാ 4 -1 -3 2 ഇതാണ് വരിക. ഇപ്പൊ അഡ്ജ് എ, ഓക്കെ, ഇതിപ്പം എ ആണല്ലോ, എന്റെ കോഫാക്ടർ മെട്രിക്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അഡ്ജോയിന്റ് എ അല്ലെങ്കിൽ നമുക്ക് അഡ്ജ് എ എന്ന് പറയാം. അഡ്ജ് എ എന്ന് പറഞ്ഞാൽ എന്താ, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അപ്പൊ കോഫാക്ടർ മെട്രിക്സ് ഏതാ, 4 -1 -3 2. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റോനെ കോളം ആക്കി അല്ലെങ്കിൽ കോളത്തിനെ റോ ആക്കി ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പൊ 4 -1 റോ ആണ്, അതിനെ കോളാക്കി ചെയ്താ 4 -1 -3 2. ഇതാണ് എന്ത്, അഡ്ജ് എ എന്ന് പറയുന്നത്, അഡ്ജോയിന്റ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഏറ്റവും ഈസി ആയിട്ടുള്ള ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അഡ്ജ് എ എഴുതാൻ ഇത് നോക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. എന്താ ചെയ്യാ, ഇത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇടുക, തല തിരിച്ചിടുക, 2നെ 4ന്റെ ഭാഗത്തേക്കും, അതായത് ഇവിടെ 4 വരും, ഇവിടെ 2 വരും, 4 2 വരും. ഇവിടെ എന്താ വരുള്ളൂ, ഇതിന്റെ സ്ഥലം സെയിം, അതിനെന്ത് ചെയ്യാ, സൈന് മാറ്റിയിട്ട് കൊടുക്കുക, -3 -1. ഇത്രയും ചെയ്ത സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അത് എല്ലാ അഡ്ജയിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എല്ലാ അഡ്ജയിലും ചെയ്യാൻ പറ്റും. അത് 2x2 മെട്രിക്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3x3 പറ്റൂലല്ലോ? ഇല്ലല്ല, 3x3 പറ്റില്ല. ഓക്കെ 3x3 കുറച്ചും കൂടി പ്രോസസ് ചെയ്യാനുണ്ട്. ഓക്കെ സർ. ഇത് ക്ലിയർ ആണല്ലോ? അഡ്ജ് ചെയ്യാൻ ഇനി അഡ്ജ് ചെയ്യാൻ 3x3 കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യാം. 3x3 ഒരു 5 മിനിറ്റ് മാക്സിമം പോയ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആക്കി തന്നെ എഴുതാം. Find the adjoint of -1 1 1 2 1 -3 -1 2 3. ശരിക്കും M11 M12 അങ്ങനെ എല്ലാതും ചെയ്യണം. ഈ ശരിക്ക് ഈ മൈനർ നിർബന്ധമായിട്ട് എഴുതണം എന്നൊന്നുമില്ല. മൈനർ എന്തിനാ കണ്ടുപിടിച്ച വെച്ചാൽ കോഫാക്ടർ കണ്ടുപിടിക്കാനാ. അപ്പൊ നേരെ കോഫാക്ടർ എഴുതാലും മതി. കോഫാക്ടർ എഴുതുമ്പോൾ മൈനറിന്റെ എന്ത് ചെയ്യണം, ഈവൻ വരുമ്പോൾ സൈൻ മാറ്റി കൊടുക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ഈസി ടെക്നിക്ക് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെ ചെയ്യാം. നിങ്ങൾ അത് ചെയ്ത് സ്പീഡാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനർ എഴുതാതെ കോഫാക്ടർ എഴുതാം. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യണ്ട് പിന്നീട് പറയാം. M11 M12 M13 പെട്ടെന്ന് പറയണേ, M21 M22 M23 M31 M32. ഇനി ഞാൻ ഡിറ്റർമിനന്റ് ആക്കി സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ എഴുതുന്നൊന്നുമില്ല, ജസ്റ്റ് പെട്ടെന്ന് പറയാം. 1ന്റെ റോയും കോളം കട്ട് ചെയ്യുക, അപ്പം ബാക്കി വരുന്നത് എന്താണ്, 1 -3 2 3. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതാം 1 -3 2 3. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ 3 - 3 -
2 into -3 that is equal to -6. ആൻസർ വരിക 9. ഓക്കെ, M12 ഇതിന്റെ ഈ 1ന്റെ റോയും കോളം കട്ട് ചെയ്യുക. അപ്പം വരിക 2 - 3 -1 3. ആൻസർ 6 -1 into 3 -1 into -3 വരിക 3 തന്നെയാണ്. അപ്പൊ ആൻസർ 3. M23 ഈ 1ന്റെ റോയും കോളം കട്ട് ചെയ്യുക. അപ്പം 21 -1 2. 2 into 2 4 -1 into 1 that is equal to -1. Answer 5. Then M21 ഈ 2ന്റെ റോയും കോളം കട്ട് ചെയ്യുക. അപ്പോൾ 1 1 2 3 3 -2 that is equal to 1. M22 ഈ 1 അതിന്റെ റോയും കോളം കട്ട് ചെയ്യുക. 1 1 -1 3. 1 1 -1 3. ആൻസർ വരിക 3 -1 into 1 -1 that is equal to 4. M23 വരിക, നിങ്ങളൊന്ന് വൃത്തിക്ക് എഴുതട്ടോ, ഞാൻ അടുപ്പിച്ച് എഴുതിപ്പോയി. M23 -3ന്റെ റോയും കോളം കട്ട് ചെയ്യുക. 1 1 -1 2. 1 1 -1 2. ആൻസർ വരിക 2 -1. ആൻസർ 3. ഓക്കെ, പെട്ടെന്ന് കഴിയൂട്ടോ. Then M31 എന്താ വരിക? -1ന്റെ റോയും കോളം കട്ട് ചെയ്യുക. 1 1 1 -3. 1 1 1 -3. ആൻസർ വരിക -3 -1 that is equal to -4. M32 എന്ന് പറയുമ്പോൾ 2ന്റെ റോയും കോളം കട്ട് ചെയ്യുക. 1 1 2 -3. 1 1 2 -3 ചെയ്യുമ്പോൾ 1 into -3 -3 minus 1 into 2 2 that is equal to -5. M33 റോയും കോളം കട്ട് ചെയ്യുക. 1 1 2 1. 1 1 2 1 ചെയ്യുമ്പോൾ 1 into 1 1 minus 1 into 2 2 -1. ഓക്കെ, മൈനർ ഒക്കെ കണ്ടുപിടിച്ച് ഇനി കോഫാക്ടർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. A11 1 + 1 എന്താണ്? 2. സെയിം, മാറില്ല. A12 എന്ന് പറഞ്ഞാൽ 1 + 2 3 ഓടാണ്, -3. 13 ഈവൻ ആണ്, സെയിം. 21 ഓടാണ്, -1. 22 മാറില്ല, ഈവൻ ആണ്. A23 5 ഓടാണ്, മാറും, -3. Then A31 3 + 1 4 ഈവൻ, സോ സെയിം. A32 3 + 2 5 is odd, change equal to 5. A33 3 + 3 6 -5. ഇനി കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യുക? ഓർഡറിൽ എഴുതിയാൽ മതി. ഈ കോഫാക്ടർ ആയിട്ടുള്ളതിനെ ഓർഡറിൽ എഴുതിയാൽ മതി. സർ, ഇവിടെ A33 വരുന്നത് 5 അല്ലല്ലോ, -5 അല്ലല്ലോ. ഏതാണ്? A33? A33. ഓ സോറി. ഓക്കെ, തെറ്റാണ്. ഓക്കെ, A33 -1. ഓക്കെ, കോഫാക്ടർ മെട്രിക്സ് 9 - 3 5 9 - 3 5 9 - 3 5 -1 4 -3 -1 4 -3 -4 5 -1. അപ്പൊ അഡ്ജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജിയ ഈക്വൽ ടു ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. 9 - 3 5 -1 4 -3 -4 5 -1 ഇതിന്റെ ട്രാൻസ്പോസ്.
ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 9 മൈനസ് 3 5 മൈനസ് 1 4 മൈനസ് 3. അതായത് നിങ്ങൾക്ക് ഇത് CUETക്ക് മാത്രമല്ല കേട്ടോ ഉപകാരപ്പെടുക. ഇൻ കേസ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെറ്റിന് നോക്കുകയാണെങ്കിൽ എന്താകും, അതിൽ വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. ഇപ്പൊ CUETക്ക് പഠിക്കുന്നത് നെറ്റിന് കൂടി ഉപകാരപ്പെടും. അപ്പൊ ഇതാണ് അഡ്ജിയെ വരിക. ക്ലിയർ ആണല്ലോ? സർ ഓക്കെ. ഇപ്പൊ ക്ലാസ്സുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പീഡാക്കണം, എന്ത് സജഷൻ ഉണ്ടെങ്കിലും പറയാം. നമുക്ക് അതിനനുസരിച്ച് ക്ലാസ് സെറ്റ് ചെയ്യാം. ഒന്നാമത് കുറച്ച് സമയമേ ഉള്ളൂ, പിന്നെ എല്ലാവർക്കും എക്സാമും അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്യുക, ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കുക. ഇതിനെ നിങ്ങൾ ഈ ക്ലാസ് മാത്രം ആക്കണ്ട, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് പിന്നീടും പഠിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. സർ CUETക്ക് മാത്സിന്റെ ഒരു വെയിറ്റേജ് വരുമ്പോ എത്രക്കാരം വരികയെന്നറിയോ? അത് കറക്റ്റ് അറിയില്ല. ഞാൻ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പറയാം. ഓക്കെ സർ. ഓക്കെ. ഇന്ന് എടുത്തതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് നമ്മുടെ തേർഡ് സെമസ്റ്ററിലൊക്കെ വന്നതാണ് ഈ മെട്രിക്സിന്റെ ഭാഗം. ആ അപ്പോ സാറ് പറയുമ്പോ പെട്ടെന്ന് കത്തുന്നുണ്ട് സംഭവമൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എന്താ വെച്ചാല് നമ്മൾ നോക്കുമ്പോ ഇത് ഒരുപാടുള്ള പോലെ തോന്നും. പക്ഷെ നിങ്ങൾ ഒന്ന് പഠിച്ച് ഇത് എന്താ പറയാ, ലാസ്റ്റ് ഇൻവേഴ്സ് ഒക്കെ എത്തുമ്പോഴേക്ക് ശരിക്കും ഒന്ന് നോക്കുമ്പോ മൈനറും കോഫാക്ടറും ഒക്കെ ശരിക്കും കുറച്ചേ ഉള്ളൂ സംഭവം. ഓക്കെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ഏകദേശം ഈ ഡിറ്റർമിനൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പൊ എന്ത് ക്ലാസ്സിൽ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് ക്ലാസ് ഞാൻ സെറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ശരി. താങ്ക് യു സർ. ഓക്കെ. ഹലോ.